ഇടുക്കിയിലെ ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിൽ നാശം വിതയ്ക്കുന്ന അരിക്കൊമ്പനെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ജുഡീഷ്യറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്ന് 10 പഞ്ചായത്തുകളിൽ ജനകീയ ഹർത്താൽ ആചരിക്കുകയാണ്. അതേസമയം മുൻകൂർ നോട്ടീസ് നൽകാത്ത ഹർത്താൽ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹർത്താൽ അനുകൂലികൾക്ക് പോലീസ് നോട്ടീസ് അയച്ചു. അരിക്കൊമ്പൻ സ്റ്റേ ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിലെ 10 പഞ്ചായത്തുകളിൽ ആഹ്വാനം ചെയ്ത ജനകീയ ഹർത്താൽ പൂർണ്ണമാണ്. ബോഡിമേട്ടിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ജുഡീഷ്യറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് മറയൂർ, കാന്തല്ലൂർ, വട്ടവട, ദേവികുളം, മൂന്നാർ, ഇടമലക്കുടി, രാജക്കാട്, ചിന്നക്കനാൽ, ഉടുമ്പൻചോല തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ. ചിന്നക്കനാൽ പവർ ഹൌസിലും പൂപ്പാറയിലും കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. വിദ്യാർത്ഥികളുടെ പരീക്ഷ ഉൾപ്പെടെ പരിഗണിച്ച് രാജക്കാട്, സേനാപതി, ബൈസൺവാലി എന്നീ 3 പഞ്ചായത്തുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ സമരരംഗത്തുണ്ട്. ഇടുക്കിയിലെ സിമന്റ് പാലത്തിൽ കുത്തിയിരുന്നും നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. ഇന്നലെ ചിന്നക്കനാൽ ശാന്തൻപാറ നിവാസികൾ കുങ്കിയാനകളെ പാർപ്പിച്ചിരുന്നിടത്തേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു. വനം വകുപ്പിന്റെ ബാരിക്കേഡുകൾ തകർത്തു. അരിക്കൊമ്പനെ പിടികൂടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ഹൈക്കോടതിയുടെ വിധി അനുകൂലമാകുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിച്ചത്. എന്നാൽ തിരിച്ചടിയായതോടെ കടുത്ത അമർഷത്തിലാണ് പ്രദേശവാസികൾ. അതേസമയം കൊച്ചി ധനുഷ്കോടി പാതയിലെ പെരിയ കനാലിന് സമീപം വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങിയത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.